കസിന്റെ കല്യാണത്തിന് മുൻപ് എല്ലാവരും കൂടി എന്റെ അമ്മായിയുടെ വീട്ടിൽ ഒരുമിച്ച് താമസിക്കാൻ തീരുമാനിച്ചു. നല്ല ഐഡിയ. പക്ഷേ രാത്രി 1 മണി വരെ മാത്രമേ അത് രസകരമായിരുന്നുള്ളൂ. 1 മണിക്ക് അമ്മായിയും അമ്മയും കൂടി ആകെ ഉണ്ടായിരുന്ന സുഖമുള്ള മെത്തയിൽ ആരാണ് കിടക്കേണ്ടത് എന്നതിനെച്ചൊല്ലി വഴക്ക് തുടങ്ങി. അമ്മ പറഞ്ഞു, ഞാനാണ് മൂത്തത്. അമ്മായി പറഞ്ഞു, ഞാനാണ് ആതിഥേയ. ഇതുകേട്ട് മുത്തശ്ശി എഴുന്നേറ്റ് രണ്ടിനെയും ഒരേപോലെ വഴക്കു പറഞ്ഞു, നിങ്ങൾ രണ്ടും ഭയങ്കര നാടകീയരാണ്, അതുകൊണ്ട് ഞാൻ അതിൽ കിടക്കും. ഇതിനിടയിൽ എന്റെ കസിൻ മണവാട്ടി തന്റെ സ്കിൻ കെയർ ചെയ്തുകൊണ്ട് ആകെ ടെൻഷനിലായിരുന്നു. കല്യാണത്തിന് ഇത് തുടരുമോ എന്നായിരുന്നു അവളുടെ പേടി. അപ്പോൾ തന്നെ ദാ റിമോട്ട് കാണാതായി. റിമോട്ട് കണ്ടുപിടിക്കാൻ ഒരു മുഴുനീള അന്വേഷണം തുടങ്ങി. അവസാനം അത് എന്റെ അനന്തരവൻ എടുത്ത് സ്പേസ്ഷിപ്പ് ആയി കളിക്കുകയായിരുന്നു എന്ന് കണ്ടെത്തി. പുലർച്ചെ 3 മണി ആയപ്പോഴേക്കും വീടിന്റെ പകുതി ആളുകളും ഉണർന്നു. 2 അമ്മായിമാർ കരച്ചിലായി. മണവാട്ടി പറഞ്ഞു, നാളെ ആരെങ്കിലും വഴക്കിട്ടാൽ ഞാൻ ഒളിച്ചോടും. പിറ്റേന്ന് രാവിലെ ഒന്നും സംഭവിക്കാത്തതുപോലെ എല്ലാവരും തികച്ചും സാധാരണയായി പെരുമാറി. റെഡിറ്റിലെ രസകരമായ കഥകൾ ഇനി മലയാളത്തിൽ. ചിരിപ്പിക്കുന്നതും ചിന്തിപ്പിക്കുന്നതുമായ എല്ലാ കഥകളും ഈ ചാനലിൽ നിങ്ങൾക്ക് കാണാം. ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ.